സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്തടക്കം അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കേന്ദ്ര സർക്കാർ പുറത്താക്കിയതിലൂടെ വെളിവായത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ കെട്ടുകഥകളുടെ നിജസ്ഥിതിയാണ്. കേരളത്തെ ഇളക്കിമറിച്ച സ്വർണ്ണക്കടത്ത് കേസിന്റെ തിരക്കഥ മുഴുവൻ രചിച്ചത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നെന്ന് വ്യക്തമായി. പിന്നീട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴും കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിട്ടപ്പോഴും ഇഡിയും കസ്റ്റംസും സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പുലബന്ധം പോലുമില്ലായിരുന്നു. അതിലൊന്നായിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ്. ഇതിൽ നിന്ന് ലഭിച്ച പണമാണ് ശിവശങ്കറിന്റെ ലോക്കറിൽ ഉണ്ടായിരുന്നതെന്ന് ഇഡി ഒരിടത്ത് പറഞ്ഞപ്പോൾ മറ്റൊരിടത്ത് സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ചതായിരുന്നുവെന്നായിരുന്നു. ഏറ്റവും ഒടുവിൽ കൈക്കൂലി കേസിലാണ് രാധാകൃഷ്ണന് പുറത്തേക്ക് വഴിയൊരുങ്ങിയത്. നിർബന്ധിത വിരമിക്കൽ എന്ന നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷൻ 56 ജയപ്രകാരമുള്ള നടപടിയെടുത്തത്. എം ശിവശങ്കറിന്റെ അറസ്റ്റിനടക്കം നേതൃത്വം കൊടുത്തതും പി രാധാകൃഷ്ണൻ തന്നെ. കേസിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടന്നെന്നും ആരോപണമുയർന്നു. മറ്റു ചില സുപ്രധാന കേസുകളിലും പി രാധാകൃഷ്ണൻ അസാധാരണവും വഴിവിട്ടതുമായ ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണവും ഉയർന്നു. തുടർന്നാണ് അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയത്. പിന്നീട് വീണ്ടും അദ്ദേഹം കൊച്ചിയിൽ ചാർജ് എടുത്തു. ഇതിനിടയിലാണ് കശുവണ്ടി വ്യവസായിയായ അനീഷ് ബാബു ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണവുമായി മുന്നോട്ട് വന്നത്. അനീഷ് ബാബു ഉന്നയിച്ച പേരുകളിൽ പി രാധാകൃഷ്ണനും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ പേര് തിരുത്തപ്പെട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇഡിയിൽ ആഭ്യന്തര അന്വേഷണം നടന്നു വരികയായിരുന്നു. പി രാധാകൃഷ്ണനെ ജമ്മു കശ്മീരിലെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി വന്ന നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ഇഡി നടപടി വന്നത്. കേരളത്തെ പിടിച്ചുലച്ച കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലും രാധാകൃഷ്ണനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഇഡിക്ക് സുപ്രീം കോടതി നൽകിയ വിശാലമായ അധികാരത്തിന്റെ മറവിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വൻ അഴിമതിക്ക് കളമൊരുക്കിയതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശിവശങ്കറിന്റെ അറസ്റ്റിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഇയാൾ ലക്ഷ്യമിട്ടത്. ഇതിനുള്ള 18 അടവും പയറ്റി. ഒരുപറ്റം മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചിറക്കിയ വാർത്തകളെല്ലാം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ ചീറ്റിപ്പോയി. സ്വപ്ന സുരേഷിനെ 8 തവണ ചോദ്യം ചെയ്തപ്പോഴും ശിവശങ്കറിന് താനുമായി സൗഹൃദം മാത്രമാണെന്നായിരുന്നു മൊഴി. കേസുമായി ബന്ധമില്ലെന്നും മൊഴി നൽകി. ഏറ്റവും ഒടുവിൽ ചിലർ ഒരുക്കിയ തിരക്കഥയായിരുന്നു ശിവശങ്കറിന്റെ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന ഒറ്റ മൊഴിയാണ് ശിവശങ്കറിൽ നിന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ അദ്ദേഹം വഴങ്ങിയില്ല. മറ്റൊരു മാധ്യമ പ്രവർത്തകനെ കൂട്ടുപിടിച്ച് ശിവശങ്കറിന് തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടമുണ്ട് എന്നൊരു കഥയാണ് അടുത്തതായി ഇറക്കിയത്. വൻ വിവാദമായിരുന്നു ഇതിന്റെ ഫലം. ഈ വാർത്ത എഴുതിയ ലേഖകനും സ്ഥാപനവും ഇന്ന് ശിവശങ്കർ നൽകിയ മാനനഷ്ട കേസിന്റെ പിന്നാലെയാണ്. വിചാരണ സമയത്ത് ഇഡി തന്ന വാർത്തയാണ് എന്നാണ് സ്ഥാപനവും ലേഖകനും പറഞ്ഞത്. 3 ദിവസം മുമ്പ് രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടിട്ടും ആരും വാർത്ത കൊടുത്തില്ല. സ്വർണ്ണക്കേസ് അന്വേഷണ വേളയിൽ തന്നെയാണ് അഴിമതി കേസിൽ വിജിലൻസ് രാധാകൃഷ്ണനെതിരെ കേസെടുത്തത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രാധാകൃഷ്ണൻ പഠിച്ച പണി 18 പയറ്റി. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന് സുരക്ഷയൊരുക്കിയ 2 വനിതാ പോലീസുകാരുടെ മൊഴി വൻ വിവാദമായി. ഈ സമയത്ത് സ്വപ്ന രാധാകൃഷ്ണനെതിരെ ആരോപണമുയർത്തി. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇയാൾ നിർബന്ധിച്ചെന്നായിരുന്നു ഇവരുടെ മൊഴി. സ്വപ്നയുടെ വോയിസ് മെസ്സേജും ഈ സമയത്ത് പുറത്തു വന്നു. എന്നാൽ ഇത് പിന്നീട് നിർബന്ധിച്ച് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ഇതിനുശേഷമാണ് ഇഡിക്കെതിരായ അഴിമതി ആരോപണങ്ങളും പുറത്തുവരുന്നത്. ഇഡി ഉദ്യോഗസ്ഥർക്കാണെന്ന് പറഞ്ഞ് 3 കോടി രൂപ വരെ പ്രതികൾ വാങ്ങിയെന്ന വിവരം വിജിലൻസിന് ലഭിച്ചു. ഫോണിലൂടെ അടക്കം ലഭിച്ച പരാതികളിൽ നിന്നാണ് ഇക്കാര്യം അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. 2ാം പ്രതി വിൽസൺ വർഗീസ് താൻ ഇടപെട്ട് ഒരു കേസ് ഒതുക്കിയ കാര്യം പരാതിക്കാരനായ അനീഷ് ബാബുവിനോട് ഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തി. ഈ ഫോൺ സംഭാഷണം സഹിതമാണ് അനീഷ് ബാബു വിജിലൻസിന് പരാതി നൽകിയത്. ഈ നിർണായക തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഒതുക്കിയ കേസുകളിലേക്ക് അന്വേഷണം ആരംഭിച്ചത്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെങ്കിലും 30 ലക്ഷത്തിന് ഒതുക്കാമെന്ന് വിൽസൺ ഉറപ്പു നൽകുന്നതാണ് സംഭാഷണത്തിലുള്ളത്. പണം നൽകിയാൽ പിന്നെ ഇഡിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അല്ലാത്ത പക്ഷം ഇഡി പൂട്ടും. പല കേസുകളിലും താൻ ഇഡിക്ക് വേണ്ടി ഇടനിലക്കാരനായിട്ടുണ്ടെന്നും ആദായ നികുതി വകുപ്പുമായി നല്ല ബന്ധമാണുള്ളതെന്നും വിൽസൺ പറയുന്നുണ്ട്. ഇഡി സമൻസ് അയച്ചതിനു പിന്നാലെയായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം. 2 മുതൽ 4 വരെ പ്രതികളായ വിൽസൺ വർഗീസ്, മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവരും വിജിലൻസിന് മുന്നിൽ ഹാജരായിരുന്നു.